ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുന്ന ഇന്ന് നമ്മൾ പോണത് കാപ്പിലോട്ടാണ് ഗായ്സ്. ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോൾ ഒന്ന് തോന്നിയാണ് കാപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നടന്നാണ് പോകണം. അപ്പോൾ നേരെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങി നടന്നു പോകുക കാപ്പിലോട്ട്. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നടന്നു പോകുന്നത് വിചാരിച്ചത്. അപ്പം ശരീരത്തിൻ്റെ നടക്കുന്നത്. അപ്പോൾ നടന്നു പോകുന്നു വിചാരിച്ച് കുറേ നാളെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ വീട്ടിൽ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് വെളിയിലത്തെ കാഴ്ച. അപ്പോൾ നമ്മൾ നടന്ന ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് കുറേ തിരക്കും കാര്യങ്ങളൊക്കെയുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എൻ്റെ ഫോണൊക്കെ കേടായിപ്പോയി, ഡിസ്പ്ലേ അടിച്ചു പോയി. പിന്നെ കുറച്ച് നാളെ ഫോണൊന്നും ഇല്ലാതെയാണ് നിന്നത്. ഇപ്പോഴാണ് ഫോൺ കൈ കിട്ടിയ ശരിയാക്കിയിട്ട്. ഇപ്പോൾ കുറേ നാൾ വീഡിയോ എടുത്തില്ലായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ആ അവസ്ഥയായിരുന്നു. പിന്നെ നടന്ന് പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു വിചാരിച്ചു. അപ്പം അങ്ങനെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് നടന്ന് എൻ്റെ ഉപ്പാട് വന്ന് ഒരു പരിവായി. തളർന്ന് കുറേ നാളായില്ലേ ഇത് ഇറങ്ങിയിട്ട്. അപ്പോൾ നടന്നൊരു പരിവായി. ക്ഷീണം, തളർച്ചയൊക്കെ വന്നു. തെക്കുംഭാഗം സ്കൂളിലവിടെ അവിടം വരെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നടന്ന്. അതാണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ കാപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ കുറച്ച് ഒരു 100 മീറ്റർ കൂടെയാണ് കാപ്പിലാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഒരു 100 മീറ്റർ കഴിഞ്ഞ് താണ്ട് ഇപ്പം നമ്മൾ കറക്റ്റ് കാപ്പിലാണ് നിൽക്കുന്നത്, കടപ്പുറത്ത്. അതായത് കായലിൻ്റെയും കടലിൻ്റെ നടുക്ക്. നമ്മളിപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിലോട്ട്. ഇവിടുന്ന് 2 അടി കടന്ന് കടലാണ്, അപ്പുറത്ത് 2 അടി കടന്ന് കായലും. ഇതോ പറയാനാ. കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന കറക്റ്റ് കടലിൻ്റെ ഫ്രണ്ടിൽ കാപ്പിൽ. സത്യം പറയാല്ല, കടലിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ സമയം പോകുന്നു അറിയത്തില്ല. എന്തൊരു രസമാണ് കാണാൻ. പിന്നെ എത്ര ദൂരം ഒന്നുമില്ലേ, ഇവിടെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഒന്ന് ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ച ഫ്രണ്ടിലോട്ട്. അപ്പം ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. പിന്നെ പാറേൻ്റെ പുറത്തൊക്കെ കയറി എന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫ്രണ്ട് വ്യൂ കടപ്പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ സുഖിച്ചിരിക്കും. ഒരു പ്രത്യേകം സുഖം തന്നെയാണ്. പിന്നെ അവിടുന്ന് പാറേൻ്റെ മണ്ടയിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന്, എത്ര നേരം ദൂരം നടന്നൊന്നുമില്ല, അവിടെ ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നേരെ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറി. പിന്നെ എണീറ്റ് അവിടെ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ നടന്ന് പോയിക്കൊണ്ടിരുന്ന് ഇവിടെ നിന്ന് കടലിൻ്റെ നടുക്ക് ആ മെയിൻ റോഡിൻ്റെ അവിടെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പറയാനാ, അപ്പുറത്തെ കടലും ഇപ്പുറത്തെ കായലും. ചുമ്മാ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം. ഒരു പ്രത്യേകം വൈബ് തന്നെയാണ് നടന്നു പോകുമ്പോൾ. പിന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കടയിൽ മുക്കിലും കടയിൽ തന്നെ മൊത്തം ആളാണ് നിറഞ്ഞിരിക്കുക. എന്താ പറയാനാ. പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് കായലിൻ്റെ അവിടെ തൊടിയുണ്ട്. പിന്നെ അവിടെ പോയി ഇങ്ങനെ ഇറങ്ങി കായലിൽ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കായലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അണ്ണന്മാരുടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ചുമ്മാ കുറേ നേരം അവിടെ കറങ്ങി നിന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പൊഴിമുറ സ്ഥലത്ത് നേരെ നടന്ന് പോയിക്കൊണ്ട്. എന്താ പറയാൻ, വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്ന് പോകണം. തലയെടുത്തായിപ്പോയി. അപ്പോൾ നമ്മൾ കാപ്പിൽ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ താഴെയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കുകയാണ് ഇത് സംഭവം കണ്ടത്. ചെറിയൊരു പാലം വെള്ളത്തിൻ്റെ അവിടെ, കായലിൻ്റെ അവിടെ സൈഡിൽ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി. ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പൊട്ടുമോ ഇല്ല ഒളിഞ്ഞു പോകുന്നു, വീണല്ല. പിന്നെ ഞാൻ വീണാൽ കുഴപ്പമില്ല, പക്ഷെ ഫോണിനെല്ലാം പറ്റിയ കുഴപ്പമാണ്. ഫോണിപ്പോൾ ശരിയാക്കി കിട്ടുകയല്ലേ ഉള്ളൂ.
ഇനി ഒന്നും കൂടി കേടാവാൻ വയ്യ. അപ്പം നമ്മൾ കായലിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ കണ്ടിരുന്ന് പിന്നെ അവിടെ നിന്ന് നടന്നു വന്ന് നോ സ്വിമ്മിങ് ബോർഡൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കിടന്നപ്പം പൊഴിമുറ സ്ഥലത്തെത്തി. അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷൻ ദാണ്ട പൊഴിമുറ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പൊഴിമുറ സ്ഥലം. ഇവിടെ നിന്നാണ് കടലിലുള്ള വെള്ളം കായലിലോട്ട് കണക്റ്റ് ആവും. കടലിൽ നിന്ന് വെള്ളം പോകും, നേരെ കായലിലോട്ടും കടലിൽ നിന്ന് വെള്ളം. ഇത് ഇപ്പം കുഴപ്പമില്ല, പക്ഷേ മഴ സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഒഴുക്കാണ് അവിടെ, ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കുറേ പേർ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പം. കായലിൽ കുറേ പേര് കുളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ ജസ്റ്റ് കാലും ജസ്റ്റ് നനയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി അവിടെ കുറേ നേരം ഇങ്ങനെ നിന്ന് ചുമ്മാ ഇങ്ങനെ രസമുണ്ടായിരുന്നു കടൽ തിരയും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഗായ്സ്, ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.